2 ദിവസം മുമ്പായിരുന്നു ഇത് കണക്ക് ദിയാകൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം ഒരുപാട് പേരുണ്ട് ഈ ദിയാകൃഷ്ണയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവായുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് അശ്വിൻ്റെ അമ്മയുണ്ടായി അപമാനിച്ചുള്ള രീതിയിൽ സംസാരിച്ചെന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾക്കാരുണ്ടായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ഓവറായിട്ട് സംസാരിച്ചെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അമ്മയെ പിറവി ഇരുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാനുണ്ടായി അങ്ങനെ വലിയ പോകുന്നവരെയൊന്നും അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടെ തന്നെ എൻ്റെ മോന് ഇത് കണക്ക് വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് അവൻ്റെ ഭാര്യയുടെ അമ്മയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം കൂടി ആൾക്കാർ വന്നിട്ട് അവളെന്തോ ഇങ്ങനെ പറയുന്നത്, കുറച്ച് അഹങ്കാരം കാണിക്കാമോ, ഇങ്ങനെയൊക്കെ കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കേണ്ട. ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ സ്വന്തം അമ്മയെ മാത്രമല്ല ചിലർ അമ്മ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നമുക്കുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ വയസ്സായവരെയും മുതിർന്നവരെയൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്നത് എന്തോ വലിയ തെറ്റാന്നുള്ള രീതിയിലായിരുന്നു ദിയാകൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ദിയ പിന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ദിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പലതും പറയാതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.